സർ കള്ളമുട്ടാപ്പി ജയിലിൽ ചാടി. മുകളിലിരിക്കുന്നവനെല്ലാം കാണുന്നുണ്ട്, മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. ഓടിത്തള്ളണ്ടാ കുട്ടാപ്പി, മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. CP+ Advanced AI Surveillance Solutions built with CTC technology. മുകളിലിരിക്കുന്നവൻ എല്ലാം കാണുന്നുണ്ട്. സാർ IPS ആണല്ലേ? IPS അല്ല, CP+. UDF കൊച്ചി മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിൽ വന്നാൽ കൊച്ചിയുടെ ഗതകാല പ്രൗഢി വീണ്ടെടുക്കുവാനുള്ള സമഗ്രമായ പദ്ധതി കൊണ്ടുവരുമെന്നും കോസ്റ്റൽ ഷിപ്പിംഗ് ഉൾപ്പെടുത്തി ടൂറിസം രംഗത്ത് വിപ്ലവകരമായ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. UDF കൊച്ചി നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി മുഹമ്മദ് ഷിയാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൊപ്പമ്പടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീശൻ. ജില്ലാ UDF ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ അധ്യക്ഷത വഹിച്ചു. അക്ബർ ബാദഷാ സ്വാഗതം പറഞ്ഞു. ഹൈബി ഇലൻ നബി, മേയർ VK മിനിമോൾ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, TK അഷ്റഫ്, PH നാസർ, N വേണുഗോപാൽ, ഷിഹാബുദ്ദീൻ, MB ശിവദത്തൻ, KB ജബ്ബാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. രോഗാതുരമായ ഒരു അവസ്ഥയുണ്ടായാൽ അവർക്ക് വരാൻ കഴിയുന്ന ഒരു നല്ല ആശുപത്രി പോലും ഇവിടെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർക്കാർ മേഖലയിലെ താലൂക്ക് ആശുപത്രികളിൽ ഡോക്ടർമാരില്ല. സർക്കാർ മേഖലയിൽ കിഫ്ബി ഒരുപാട് ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പദ്ധതികൾ പ്രഖ്യാപിച്ചു. കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയും ഫോർട്ട് കൊച്ചി ആശുപത്രിയും ഒന്നും തന്നെ ഡോക്ടർമാരോ അടിസ്ഥാന സൗകര്യമോ ഇല്ലാത്ത സ്ഥിതിവിശേഷത്തിലാണ്. 10,000 കോടി രൂപ കിഫ്ബിയിൽ ചെലവാക്കിയതെത്രയെന്നറിയാം? എന്റെ കണക്കുണ്ട്, 38,600 കോടി. അത് എന്തായാലും 3 ചെലവാക്കിയെന്ന് നോണ പറയാ, പച്ചക്കള്ളം പ്രചരിപ്പിക്കുക. ഇതിൽ കൂടി 39,000 ചെലവാക്കിയ വലിയ കാര്യമില്ല. 30,000 ബജറ്റിലാണ്. ആ ബജറ്റിൽ ചെലവാക്കിയാൽ മതി. കുഫ്ബി ഉണ്ടാക്കണ്ടായിരുന്നു. അത് 8,000 കോടി രൂപ കടം മേടിച്ചത് അതും കൊടുക്കണം. നമ്മള് സർക്കാർ കൊടുക്കണം. അടുത്ത സർക്കാർ കൊടുത്താൽ മതി. കടം മേടിച്ചേക്കുവാണല്ല, എല്ലായിടത്തും കടം മേടിച്ചു വെച്ചേക്കുവാണ്. അടുത്ത സർക്കാരിന്റെ തലയിലാണ് ഇത് മുഴുവൻ. പിന്നെ ആ ഞെട്ടി അന്നം മുടക്കിയില്ല. 10 വർഷം റേഷൻ മുടങ്ങിയില്ല. ന്യൂസ് ബ്യൂറോ തൊപ്പമ്പടി.